ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല പിങ്കിഷ് ഗ്ലോ നമ്മളെ മുഖത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ് കേട്ടോ. മുഖം നല്ല നിറവും തിളക്കവും അതേപോലെ ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു ഗ്ലോ എല്ലാം കിട്ടൂലേ ചീക്സിൽ, അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ള ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. അപ്പോൾ അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കാം. അപ്പോൾ ചിരകിയെടുക്കുന്ന ഇതുപോലത്തുള്ള ഗ്രേറ്റർ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താൽ മതി. പക്ഷേ ഇതുപോലെ ചിരകിയെടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു നീര് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണം. ഇങ്ങനത്തെ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഇല്ലാണ്ട് അടിച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതി. ഇനി വേണ്ടത് ഒരു ക്യാരറ്റാണ്. ക്യാരറ്റും അതേപോലെ തന്നെ ഒരു ചെറുതെടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ക്യാരറ്റും ഇതേപോലെ ഒന്ന് ചിരകിയെടുക്കുക കേട്ടോ. ക്യാരറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾക്ക് അടിക്കാം. ബീട്രൂട്ടും ക്യാരറ്റും ഒരുമിച്ച് ഇട്ട് അടിച്ചിട്ട് നീര് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ എടുത്താലാണ് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് കിട്ടുള്ളൂ. ഇതുള്ളവരെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒരേ അളവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കുക. ഇപ്പം ഞാനിത് രണ്ടും ചിരകി എടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ നല്ല കറക്റ്റായിട്ട് അതിൻ്റെ നീര് കിട്ടും, ഇങ്ങനെ ചിരകി എടുക്കുകയെന്നാണെങ്കിൽ. പക്ഷേ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുകയെന്നാണെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കതിൻ്റെ നീര് കിട്ടില്ല. ഇനി ആ നീരിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം അലോവേര, ഒരു ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ, അലോവേര ജെൽ എടുക്കുക. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിൽ, ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്കിത് പുറത്ത് സൂക്ഷിച്ച് വെച്ച് ഒരു 5-6 ദിവസമെല്ലാം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യരുത്. പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നല്ലൊരു ക്രീമിൻ്റെ രൂപത്തിലായിട്ട് വരും. ആ ഒരു രൂപത്തിലായി വരുന്നത് വരെ നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി മിക്സായിട്ട് ഇത് നല്ല ലൂസായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാനാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു പരുവാണ് നമുക്ക് ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ, ഇതുപോലുള്ള എയർ ടൈറ്റുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ച് വെച്ച്, നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് തന്നെ ഒരു 4-5 ദിവസം ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ക്രീം രാത്രി ഇതേപോലെ മുഖത്ത് പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. അതിൻ്റെ കറിയൊന്നും ബെഡിലൊന്നും ആവുമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ എന്നിട്ട് അടച്ച് വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് നിങ്ങൾക്കൊരു 5-6 ദിവസം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ക്രീമാണിത്. വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ക്രീമാണ്. ഇത് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ബീട്രൂട്ടും ക്യാരറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു ക്രീം സ്കിൻ വൈറ്റനിങ്ങിനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാനും സ്കിന്ന് നല്ല പിങ്കിഷ് ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന ക്രീമാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.